പോപ്സ് ഡൗൺ ദി ഏജസ്, മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. നമസ്കാരം. സഭയുടെ ചരിത്രത്തിലെ സമാധാനപരമായ ഒരു അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. 17ാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ ഊർബൻ ഒന്നാമൻ്റെ ഭരണകാലം AD 222 മുതൽ 230 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. റോമൻ ചക്രവർത്തിയായ അലക്സാണ്ടർ സെവേരസിൻ്റെ കാലത്ത് സഭയ്ക്ക് ലഭിച്ച അപൂർവമായ സമാധാനത്തിൻ്റെ നാളുകളായിരുന്നു അത്. പോന്റിയസ് എന്ന വ്യക്തിയുടെ മകനായി റോമിൽ ജനിച്ച ഊർബൻ പിതാവ് സഭയെ വെറുമൊരു കൂട്ടായ്മ എന്നതിൽ നിന്ന് വലിയ പ്രസ്ഥാനമായി വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഊർബൻ പിതാവിൻ്റെ കാലം സഭയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. അലക്സാണ്ടർ സെവേരസ് എന്ന ചക്രവർത്തി ക്രൈസ്തവരോട് വളരെ ദയയുള്ളവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ സ്വകാര്യ പ്രാർത്ഥനാ മുറിയിൽ അബ്രഹാമിനും ഓർഫിയസിനുമൊപ്പം യേശുക്രിസ്തുവിൻ്റെ രൂപവും അദ്ദേഹം വച്ചിരുന്നു. ചക്രവർത്തിയുടെ അമ്മയായ ജൂലിയ ക്രൈസ്തവ പണ്ഡിതനായ ഒരിജിൻ്റെ സുഹൃത്തായിരുന്നു. ഈ സമാധാന അന്തരീക്ഷം സഭയ്ക്ക് പുതിയ ദേവാലയങ്ങൾ പണിയുവാനും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും വലിയ അവസരം നൽകി. സഭയുടെ ആരാധനാക്രമങ്ങളിൽ വലിയ പരിഷ്കാരങ്ങൾ ഊർബൻ പിതാവ് കൊണ്ടുവന്നു. അതുവരെ ഉപയോഗിച്ചിരുന്ന മരത്തിൻ്റെയും ഗ്ലാസിൻ്റെയും പാത്രങ്ങൾക്ക് പകരം വിശുദ്ധ കുർബാനയ്ക്കായി വെള്ളിപ്പാത്രങ്ങൾ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. 25ഓളം വെള്ളിപ്പാത്രങ്ങൾ അദ്ദേഹം തന്നെ സഭയ്ക്ക് നൽകിയതായി ചരിത്രരേഖകൾ പറയുന്നു. ഇത് കേവലം ആഡംബരമായിരുന്നില്ല, മറിച്ച് വിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുവാനായിരുന്നു. വീടുകളിൽ നിന്ന് ദേവാലയങ്ങളിലേക്ക് ആരാധന മാറിയ ഈ കാലത്ത് സഭയുടെ അന്തസ്സ് ഉയർത്തുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. വിശുദ്ധ ഊർബൻ്റെ പേര് സംഗീതത്തിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയയുടെ ജീവിതവുമായി ചേർക്കപ്പെട്ടിരിക്കുന്നു. സിസിലിയയുടെ ഭർത്താവായ വലേറിയനെയും സഹോദരനെയും ക്രിസ്തുമതത്തിലേക്ക് നയിച്ചത് ഊർബൻ പിതാവാണെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ചരിത്രപരമായി സിസിലിയ ഊർബൻ പിതാവിന് മുമ്പേ ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നുണ്ടെങ്കിലും റോമിലെ കുലീന കുടുംബങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിൽ ഊർബൻ പിതാവ് വിജയിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ കഥകൾ. സഭയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമ പോരാട്ടം നടന്നത് ഊർബൻ പിതാവിൻ്റെ കാലത്താണ്. ഒരു ഭൂമിക്ക് വേണ്ടി സഭയും ഒരു മദ്യശാല ഉടമയും തമ്മിലുണ്ടായ തർക്കത്തിൽ അലക്സാണ്ടർ സെവേരസ് ചക്രവർത്തി സഭയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. ഒരു മദ്യശാല വരുന്നതിനേക്കാൾ അവിടെ ദൈവത്തെ ആരാധിക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു ചക്രവർത്തിയുടെ വിധി. റോമൻ ഭരണകൂടം സഭയുടെ സ്വത്തിനുള്ള അവകാശം അംഗീകരിച്ച ആദ്യത്തെ സംഭവങ്ങളിലൊന്നായിരുന്നു ഇത്. 8 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം AD 230 ഊർബൻ പിതാവ് അന്തരിച്ചു.
ഹിപ്പോളിറ്റസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വിഭാഗങ്ങളെ സമാധാനിപ്പിക്കുവാനും സഭയിൽ ഐക്യം നിലനിർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. കലിക്സ്റ്റസിൻ്റെ സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. മെയ് 25-നാണ് സഭ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. സമാധാനകാലത്ത് സഭയെ ഭക്തിയിലും ക്രമത്തിലും വളർത്തിയെടുത്ത ഒരു വലിയ ഇടയനായിരുന്നു വിശുദ്ധ ഊർബൻ ഒന്നാമൻ.